നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് ശോഭന. ഓരോ മലയാളിയും തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ കരുതുന്ന ഒരു അഭിനേത്രിയാണവർ. ഹൃദയസ്പർശിയായ അനവധി കഥാപാത്രങ്ങളിലൂടെ അവർ ആർജിച്ചെടുത്തതാണ് മലയാളികളുടെ മനസ്സിലുള്ള ആ സ്ഥാനം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭന ശ്രദ്ധയാകർഷിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് അവർ നൽകിയ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടുകൂടിയാണ്. ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അതിനാലാണ് താൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതെന്നുമുള്ള ശോഭനയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും കൊമ്പ് ഓർക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്രയും കാലം തിരുവായിക്ക് എതിർവായില്ലാതെ ശശി തരൂർ വിരാജിച്ചു ഭരിച്ചെങ്കിലും ഇത്തവണ അല്പം വ്യത്യാസമാണ് കാര്യങ്ങൾ. എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ നിന്ന് വിയർക്കുകയാണ് തരൂർ. അതിനിടയിൽ പല വ്യാജ ആരോപണങ്ങളിലൂടെയും രാജീവിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്ന നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ ശശി തരൂർ നടത്തി നോക്കിയെങ്കിലും തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന നിലപാടുമായി രാജീവ് ചന്ദ്രശേഖറും കട്ടയ്ക്ക് നിന്നതോടെ നിലവിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് തരൂർ. എന്നാൽ ഇതിനൊക്കെ പുറമെയാണ് രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിന്തുണയുമായി മലയാളികളുടെ പ്രിയ നടി ശോഭന രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് ശോഭന എല്ലാവരെയും ഞെട്ടിച്ചത്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി നിൽക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശോഭന. വളരെ മികച്ച കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അദ്ദേഹത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നും ശോഭന വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഹി ഈസ് എ വെരി കേപ്പബിൾ കാൻഡിഡേറ്റ് എന്നായിരുന്നു ശോഭനയുടെ മറുപടി. അതുകൊണ്ടാണ് താൻ ഇവിടെ വന്നതെന്നും ശോഭന പറഞ്ഞു. മാത്രമല്ല, വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും പങ്കെടുക്കുമെന്നും ശോഭന കൂട്ടിച്ചേർത്തതോടെ നിലപാടുകൾ കൃത്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് മലയാളികൾ. ശോഭന ശശി തരൂരിന് അനുകൂലമായി ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് എല്ലാവരെയും സുഖിപ്പിച്ച് അവിടെയും ഇവിടെയും തൊട്ടുള്ള ഒരു ബാലൻസിംഗ് പരിപാടിയല്ല, മറിച്ച് കൃത്യമായ നിലപാട് തന്നെയാണ് ശോഭന തുറന്നു പറഞ്ഞിരിക്കുന്നത്. മലയാളികൾ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ കരുതുന്ന ശോഭന തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വളരെയധികം നിരാശയിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സംഘപരിവാറിന് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയുമില്ല. കഴിഞ്ഞ തവണ തൃശൂരിൽ വെച്ച് നടന്ന നാരീശക്തി സമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് ശോഭന തന്റെ രാഷ്ട്രീയ ചായ്വിന്റെ സൂചനകൾ തന്നു തുടങ്ങിയത്. എങ്കിലും സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഒരു തുറന്നു പറച്ചിലിന് അപ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമീപനത്തിൽ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. തന്റെ ചായ്വ് എങ്ങോട്ടേക്കാണ് എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തുറന്നു പറച്ചിൽ ഇനി വേണമെന്ന് തോന്നുന്നില്ല. അതേസമയം താൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ശോഭന തയ്യാറായില്ല. രാഷ്ട്രീയ പ്രവേശനമുണ്ടോ എന്ന ചോദ്യത്തിന് ആദ്യം മലയാളം പഠിക്കട്ടെ, സംസാരിക്കാനും പ്രസംഗിക്കാനും കഴിയട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്നായിരുന്നു അവരുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.